നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിലും നേർക്കുനേർ പോരിലേക്ക്. തന്റെ കയ്യിൽ വിലങ്ങ് വെപ്പിക്കാൻ വിജയന്റെ പോലീസിനെ അനുവദിക്കില്ല, അതിനേതറ്റം വരെയും പോകുമെന്ന തീരുമാനത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഹൈക്കോടതിയിൽ വൻ ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രാഹുലിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന ഹൈക്കോടതി ഉത്തരവ് CPM, DYFI, SFI സംഘത്തിന് വലിയ തിരിച്ചടി. മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസവും കിട്ടിയിരിക്കുകയാണ്. പിണറായി പോലീസ് രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വെക്കുന്ന നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു CPM സംഘങ്ങളെല്ലാം. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം റദ്ദാക്കിയപ്പോൾ രാഹുൽ കീഴടങ്ങുമെന്ന് എല്ലാവരും കരുതി. അയാളുടെ സുഹൃത്തുക്കൾ തന്നെ രാഹുലിനെ കോടതിയിൽ എത്തിക്കാനുള്ള തീരുമാനവും എടുത്തിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് ഹൊസ്ദുർഗ് കോടതി വളപ്പിൽ പോലീസ് കാത്തുകെട്ടി നിൽക്കുന്നതും DYFIക്കാർ പൊതിച്ചോറും കൊണ്ട് വന്ന് നിൽക്കുന്നതുമൊക്കെ. വലിയ പ്രതിഷേധത്തിന് വേണ്ടിയായിരുന്നു അവർ അന്ന് തയ്യാറായി നിന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. രാഹുൽ കീഴടങ്ങിയില്ല, ഹൈക്കോടതിക്ക് വെച്ചുപിടിച്ചു. വിജയന്റെ പോലീസ് തന്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നത് തടയാൻ എന്തും ചെയ്യുമെന്ന് രാഹുൽ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ പലതവണ കയറി തോണ്ടിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. വ്യാജ എന്ന് കരയാനല്ലാതെ എനിക്കെതിരെ ഒരു FIR എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു വേള പൊതുവേദിയിൽ നിന്ന് അതിരുവിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് രാഹുൽ. അന്ന് CPMന്റെയും SFI, DYFI കൂട്ടരുടെയും സൈബർ ഗ്രൂപ്പുകളിൽ വന്ന ഒരു കുറിപ്പുണ്ട്. പിണറായി വിജയന്റെ പോലീസ് ഒരിക്കൽ നിന്റെ കയ്യിൽ വിലങ്ങ് വെക്കും. എടോ വിജയ എന്ന് നീ സഖാവിനെ വിളിച്ചില്ലേ, ആ വിളി വിജയൻ സഖാവ് കേൾക്കും. നിനക്കുള്ളത് പലിശയും മുതലും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചും തരും. പിണറായി പ്രത്യേക ജനുസാണെന്ന് മരുമോനെ കൊണ്ടല്ല നിന്നെ കൊണ്ട് തന്നെ പറയിക്കും മാങ്കൂട്ടമേ എന്ന് സൈബർ ഗ്രൂപ്പുകളിൽ നിറഞ്ഞ വലിയ വെല്ലുവിളി. അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു. കേരളം പിന്നീട് ശ്രദ്ധിച്ചു കാണും. ആ നിമിഷം മുതൽ CPM സൈബർ ഗ്രൂപ്പ് സടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു. വിജയന്റെ പോലീസിനെ പേടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടി എന്ന് അവർ വലിയ ട്രോളുകൾ ഉണ്ടാക്കി. കർണാടകയിലെ തേയിലത്തോട്ടങ്ങളിലൂടെ അവന്റെ ഓട്ടം, സത്യമംഗലം കാട്ടിൽ പേടിച്ചു വിറച്ച് കഴിയുന്നു തുടങ്ങി സൈബർ വാളുകളിൽ ആഘോഷമാക്കി ഇടതു ഗ്രൂപ്പുകൾ. പിണറായിയുടെ കയ്യിൽ പരാതി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഓടിയ നീയാണോ വേട്ടാവളിയ, വിജയനെ കയറി തൊട്ടത് തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ മാസ് വീഡിയോകൾ പടച്ചുവിടുകയായിരുന്നു ഇടത് സൈബർ ഗ്രൂപ്പുകൾ. ഇടതുകൂട്ടരെല്ലാം കാത്തിരുന്ന ശുഭമുഹൂർത്തം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വിജയന്റെ പോലീസ് രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വെപ്പിച്ചു എന്നുള്ള വീഡിയോ ഇടാൻ BGM ഉൾപ്പെടെ തയ്യാറാക്കി കാത്തിരുന്നവരാണ് ഈ ഇടതു ഗ്രൂപ്പുകൾ എല്ലാവരും. എന്നാൽ അതും കൂടി സംഭവിച്ചാൽ തന്റെ രാഷ്ട്രീയം അവസാനിച്ചുവെന്നും തലപൊക്കാൻ പോലും കഴിയാത്ത നിലയിൽ ചവിട്ടി താഴ്ത്തപ്പെടുമെന്നും പിന്നീട് ഒരിക്കലും CPMനെതിരെ കത്തിക്കയറാൻ തനിക്ക് കഴിയില്ലെന്നും രാഹുലിന് അറിയാം. തിരുവനന്തപുരത്തെ കോടതിയിലും ഹൈക്കോടതിയിലും രാഹുൽ കൊടുത്ത ഹർജിയിൽ ആവശ്യപ്പെട്ടത് അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യവും കൂടിയായിരുന്നു. എന്നാൽ സെഷൻസ് കോടതി ഉത്തരവ് കനത്ത തിരിച്ചടിയാകുകയായിരുന്നു. അറസ്റ്റ് ചെയ്യാമെന്നായിരുന്നു തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ടാണ് വീണ്ടും ഒളിവിൽ തുടരുകയും രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. തൽക്കാലത്തേക്ക് അറസ്റ്റ് പാടില്ലെന്ന ഉത്തരവ് രാഹുലിനെ സംബന്ധിച്ച് ചെറുതല്ല, വലിയൊരാശ്വാസം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി DYFI ആണ് ഏറ്റവും കൂടുതൽ രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നതിന് ഉറക്കമളച്ച് കാത്തിരുന്നത്. പൊതിച്ചോറിനെ അധിക്ഷേപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നല്ലോ. അതായത് DYFI വിതരണം ചെയ്യുന്ന പൊതിച്ചോറിന്റെ മറവിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ ഞാൻ പറയുന്നില്ല എന്നായിരുന്നു ഒരു വേദിയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിനുശേഷം വലിയ സൈബർ ആക്രമണം ഇടതു ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. കാരണം നമുക്കറിയാം, പൊതിച്ചോർ എന്നത് അതിന് രാഷ്ട്രീയമൊന്നുമില്ല. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന, സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന കോടിക്കണക്കിന് മനുഷ്യർക്കാണ് ആ സംഘടന പൊതിച്ചോറ് കൊടുക്കുന്നത്. അതിനെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയായിരുന്നു DYFI അന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറ്റെന്തും ഞങ്ങൾ ക്ഷമിക്കും, പക്ഷേ പൊതിച്ചോറിനെ നീ പറഞ്ഞത് ഒരു കാലത്തും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ പിണറായി പോലീസ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വിലങ്ങ് വെക്കണമെന്ന ഉറച്ച ഒരു തീരുമാനവും അതിനുവേണ്ടി പിന്നീട് രാഹുലിനെതിരെ വന്ന കേസുകൾ അതിശക്തമായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ.
രാഹുലിന്റെ കയ്യിൽ വിലങ്ങ് വീണു എന്ന് വരെ കരുതിയതാണ് ഇടത് സംഘടനകൾ. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ അവർക്ക് വലിയൊരു നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ചെറുതായിട്ട് ഒന്ന് ആശ്വസിക്കാനുള്ള വകയും ഒത്തുകിട്ടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈകളിൽ വിലങ്ങ് വീഴുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള റീലുകൾ പടച്ചുവിടുന്നതിനു വേണ്ടി കാത്തിരുന്ന ഇടത് ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ചിതറിയോടേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പലപ്പോഴും പിണറായി വിജയനെ വിമർശിച്ച് കോൺഗ്രസ് അണികളിൽ ആവേശം വിതറി തനിക്കായി ഫാൻസ് ബേസ് ഉണ്ടാക്കിയെടുത്ത നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമായിരുന്നു താൻ എങ്ങനെ വളർന്നു വരണം എന്നുള്ളതിനെക്കുറിച്ച്. നമുക്കറിയാം, പ്രതിപക്ഷ നിരയിൽ നിന്ന് വി.ഡി. സതീശൻ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരുവിട്ട് വിമർശിക്കാറില്ല. വി.ഡി. സതീശൻ മാത്രമെന്നല്ല, പല നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പരിധിയിൽ കൂടുതൽ അതിരുവിട്ട് വിമർശിക്കാറില്ല. പക്ഷേ ആ ഒരു അവസരം, ആ ഒരു ഗ്യാപ്പാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിനിയോഗിച്ചത്. പിണറായി വിജയനെ എന്തുകൊണ്ട് വിമർശിച്ചുകൂടാ? പിണറായി വിജയനെ ഞാൻ വിമർശിക്കും, ഞാൻ എന്തും പറയും, എടോ വിജയ എന്ന് വിളിക്കും, ആഭ്യന്തര വാഴ എന്ന് വിളിക്കും എന്നൊക്കെ കാണിച്ച് സൈബർ ഇടത്തിൽ കെട്ടുകിടന്നിരുന്ന ഈ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളെ വീണ്ടും തീ കത്തിച്ചു വിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതിലൊരു സംശയവുമില്ല. അല്ലാതെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നേതാവായ ആളല്ല രാഹുൽ. തനിക്കൊരു ഫാൻസ് ബേസ് ഉണ്ടായതിനു ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ ആളാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് കൃത്യമായി തനിക്ക് വേണ്ട ഒരിടം ഒരുക്കിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. അത് പിണറായി വിജയനെ വിമർശിച്ച് നേടിയെടുത്തതാണ്. പക്ഷേ തൊട്ടിപ്പുറത്ത് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിർപ്പുകളും അതുപോലെ തന്നെ വലിയ ശത്രുക്കളും ഉണ്ടായി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിലൂടെ തന്നെ ഇടത് സൈബർ ഗ്രൂപ്പുകളൊക്കെ തന്നെ നോക്കി വെച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് കൃത്യമായ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ ഇടത് ഗ്രൂപ്പുകളെല്ലാം അതെടുത്ത് പ്രയോഗിക്കുന്നത്. ഇപ്പോഴും ഈ കേസും പുക്കാറും വന്നിട്ടും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരിൽ വലിയൊരു വിഭാഗം സൈബർ അണികളുണ്ട്. അതായത് കോൺഗ്രസിന്റെ തന്നെ. അവരെ തൃപ്തിപ്പെടുത്തിയാലേ ഇനിയും തനിക്ക് മുന്നോട്ട് പോകാനാകൂ എന്ന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. പിണറായി പോലീസ് തൂക്കിയെടുത്താൽ തന്റെ സൈബർ ആർമിക്കും തലപൊക്കാൻ കഴിയില്ല. ഇടത് സൈബർ വെട്ടുകിളിക്കൂട്ടം അവരെ കൊത്തിപ്പറിക്കുമെന്ന് രാഹുലിന് ബോധ്യമുണ്ട്. വിലങ്ങ് വെപ്പിക്കാൻ കാത്തിരുന്ന ഡിവൈഎഫ്ഐ തേഞ്ഞൊട്ടിയെന്ന് രാഹുൽ ആർമി ഇപ്പോൾ ആഘോഷിക്കുകയാണ്. എന്നാൽ പിണറായി പോലീസിനെ പേടിച്ചോടി തളർന്ന രാഹുൽ എന്ന് CPM ഗ്രൂപ്പുകൾ മൂർച്ചയേറിയ മറുപടിയും കൊടുക്കുന്നുണ്ട്. അതത്ര നിസ്സാര ഒരു മുറിവല്ല, അത് ആഴത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിഞ്ഞിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൈബർ ഇടത്തിലാണ് ഇടത് രാഹുൽ ഗ്രൂപ്പ് പോര് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലം പൊത്തുമ്പോൾ ആർപ്പ് വിളിക്കുന്നത് കണ്ണൂരിലെ സഖാക്കളാണ്. അവൻ ഞങ്ങളുടെ വൈകാരികതയിൽ കൈവച്ചു, അന്നേ ഓങ്ങി വെച്ചതാണ് നിനക്കുള്ള പണിയെന്ന് കണ്ണൂരിലെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന ചില പോസ്റ്റുകൾ. ദിവ്യ മുതൽ ആകാശ് തില്ലങ്കേരി വരെയുള്ളവരുടെ ഫേസ്ബുക്ക് വാളുകളിൽ നിറയുന്നതും രാഹുലിനെ വീഴ്ത്തിയതിന്റെ ആഘോഷ തിമിർപ്പിന്റെ കുറിപ്പുകളാണ്. ഇങ്ങ് തെക്കൻ കേരളത്തിലെ CPM കൂട്ടർക്കിടയിൽ പോലും ഇത്ര ആഘോഷമില്ല. അങ്ങ് വടക്ക് കണ്ണൂരുകാരുടെ ഹിറ്റ് ലിസ്റ്റിലെ 1ാം പേരുകാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് ഉറപ്പിച്ചു പറയാം. സെഷൻസ് കോടതി ജാമ്യം റദ്ദാക്കിയ തൊട്ടടുത്ത നിമിഷം PP ദിവ്യയുടെ പേജിൽ ഇന്നത്തെ സന്തോഷം എന്ന കുറിപ്പിൽ ഒരു DJ ആഘോഷത്തിന്റെ വീഡിയോ ഉൾപ്പെടെ നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ കുഞ്ഞനന്തേട്ടനെ അപമാനിച്ചവൻ ചത്തു മലച്ചുവെന്ന് ആഘോഷിക്കുകയായിരുന്നു കണ്ണൂരിലെ സഖാക്കൾ. PP ദിവ്യയുടെ ആ പോസ്റ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കി പോകാം. എടോ വിജയ, കുഞ്ഞനന്തൻ ചത്തപ്പോൾ തുടങ്ങി CPMന്റെ വൈകാരികതയെ പലതവണ തോണ്ടിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുതന്നെയാണ് കണ്ണൂരുകാരായ CPMകാരുടെ ഉള്ളിൽ മുറിവേൽപ്പിച്ചതും. ദിവ്യയുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ സന്തോഷം. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഞാൻ മറന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന വൃത്തികെട്ട ഒരുത്തനെ ജയിപ്പിക്കാൻ പ്രചാരണ ആയുധമായി എനിക്കെതിരെ കള്ളക്കേസ് ചുമത്താൻ സമര പരമ്പര നടത്തി. വെട്ടുകിളി കൂട്ടങ്ങളെ കൊണ്ട് സൈബർ ആക്രമണം, മറന്നിട്ടില്ല ഒന്നും, കർമ്മ. ഇതായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യം റദ്ദാക്കിയപ്പോൾ തൊട്ടടുത്ത നിമിഷം PP ദിവ്യ പങ്കുവച്ച പോസ്റ്റ്. PP ദിവ്യയുടെ വാളിൽ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞനന്തേട്ടന്റെ മകൾ ഷബിന കുറിച്ച വരികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ആ കുറിപ്പ്. അതിങ്ങനെയായിരുന്നു: രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ പതനം ഞാൻ ഏറെ ആസ്വദിക്കുന്നതിന് പിന്നിൽ എന്റെ രാഷ്ട്രീയം ഒട്ടുമല്ല, മറിച്ച് കേരള രാഷ്ട്രീയം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വൃത്തികെട്ട നാക്കിന്റെയും രാഷ്ട്രീയ മര്യാദയില്ലായ്മയുടെയും ഒരേ ഒരു പ്രതീകമാണ് അയാൾ എന്നത് മാത്രമാണ്.
ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകരുത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ആകരുത്. അയാളുടെ പുഴുത്ത നാക്ക് ഇനി കേരള രാഷ്ട്രീയത്തിൽ ചലിക്കരുത്. ഇതായിരുന്നു ആ കുറിപ്പ്. അതായത് കുഞ്ഞനന്ദന്റെ മകൾ പങ്കുവച്ചതായിരുന്നു അത്. മറ്റൊന്ന് ആകാശ് തില്ലങ്കേരിയുടേതായിരുന്നു. ഇടറാത്ത പതറാത്ത കാരിരുമ്പാൽ തീർത്ത കരളുറപ്പിൻ പേര് കുഞ്ഞനന്ദൻ. മറ്റെന്തും ഞങ്ങൾ സഹിക്കുമായിരുന്നു, പക്ഷെ ഞങ്ങളുടെ രക്തസാക്ഷികളെ, ഞങ്ങളുടെ കുഞ്ഞനന്തേട്ടനെ, ഞങ്ങളുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സ്നേഹത്തിന്റെ പൊതിച്ചോറിനെ അപമാനിച്ചു. അത് ഞങ്ങൾ പൊറുക്കില്ല. സകലതും ഓർത്തുവെക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തുവെക്കപ്പെടും. ഇതായിരുന്നു ആകാശ് തില്ലങ്കേരി പങ്കുവച്ച ആ ഒരു കുറിപ്പ്. അതായത് കണ്ണൂരുകാരായ സഖാക്കളെ മുറിവേൽപ്പിച്ചത് കുഞ്ഞനന്തനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്. TP വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ചാനലിൽ നടന്ന സമയത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കുഞ്ഞനന്തൻ എന്ന ക്രിമിനൽ ചത്തപ്പോൾ. ആ ചത്തപ്പോൾ എന്നുള്ള പ്രയോഗമാണ് ഈ പറയുന്ന കണ്ണൂരുകാരായ സഖാക്കളെ വെറുപിടിപ്പിച്ചത്. കുഞ്ഞനന്ദൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു ഹീറോയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു ക്രിമിനൽ തന്നെയാണ് കുഞ്ഞനന്ദൻ എന്നുള്ളത്. വെറുതെ അല്ലല്ലോ കോടതി പിടിച്ച് അകത്തിട്ടത്. TPയെ കൊലപ്പെടുത്തുന്നതിൽ കൃത്യമായ ആസൂത്രണം നടത്തിയതിൽ ഒരാളാണ് കുഞ്ഞനന്ദൻ. അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ കിടക്കേണ്ടി വന്നതും ഒടുവിൽ ജയിലിൽ തന്നെ കിടന്ന് മരിക്കേണ്ടി വന്നതും. പക്ഷെ ആ കുഞ്ഞനന്ദനെ പറഞ്ഞതാണ് കണ്ണൂരിലെ CPMകാരെയൊക്കെ പൊള്ളിച്ചത്. അതുകൊണ്ട് തന്നെ ആ കണ്ണൂരിലുള്ള CPMകാർ നോക്കി വെച്ചിരുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ CPMനെ പല കുറി വെറി പിടിപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ രാഹുൽ വീണ് കിടക്കുമ്പോൾ ചവിട്ടി മെതിക്കാൻ തന്നെയാണ് ഇടത് ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ചത്. അയാൾ ഒരു വൃത്തികെട്ട മനസ്സിന് ഉടമയാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ തന്നെ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പ്രതികരിച്ചിരുന്നു. അങ്ങനെ ആദ്യമായിട്ടായിരുന്നു മുഖ്യമന്ത്രി രാഹുൽ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കുന്നത് പോലും. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത ഒരു തിരിച്ചടിയാണ് രാഹുലിനെ വിലങ്ങ് വെപ്പിക്കാൻ കാത്തിരുന്നവർക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കാൻ മുൻനിരയിൽ നിന്നത് മുസ്ലിം ലീഗിന്റെ സൈബർ പടയെന്ന ആരോപണം ശക്തമാകുന്നു. ക്യാപ്സൂളുകളായും പൊളിറ്റിക്കൽ നരേറ്റീവുകളായും കഴിഞ്ഞ ഒരു മാസത്തിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ലീഗിന്റെ സൈബർ ഇടങ്ങൾ സജീവമാണ്. പോസ്റ്റുകൾക്കെതിരെ വിമർശനങ്ങളും ട്രോളുകളും ഉയർത്തുകയാണ് ഇടതനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും CPM DYFI പ്രൊഫൈലുകളും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് ലീഗ് സൈബർ ഇടങ്ങളിൽ വന്ന പോസ്റ്റുകൾ ആസൂത്രിതമാണെന്നാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത്. 6000-ലധികം ലീഗ് പ്രൊഫൈലുകളിലും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ പാർട്ടി പരിപാടികൾ പ്രചരിപ്പിക്കാനും പാർട്ടിയെ പ്രതിരോധിക്കാനും ഉപയോഗിച്ചിരുന്ന പ്രൊഫൈലുകളിലും ഗ്രൂപ്പുകളിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശാൻ ഉപയോഗിച്ചത്. ഈ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും കൈകാര്യം ചെയ്യുന്നവരിലേക്ക് സംഘടനയ്ക്ക് പുറത്തുനിന്നും പോസ്റ്റുകൾ എത്തിയെന്നും ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടുവെന്നുമാണ് വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നവരെ കടന്നാക്രമിച്ചും പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ രാഹുലിനെ അനുകൂലിക്കാൻ മടിച്ചപ്പോഴും ലീഗ് സൈബർ സ്പേസുകൾ രാഹുലിന് പിന്തുണ നൽകിയതായിട്ടാണ് ചർച്ച വരുന്നത്. ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യമായി പൊതുവേദി നൽകിയതും യൂത്ത് ലീഗായിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ലീഗിന്റെ 200-ലധികം ഗ്രൂപ്പുകൾ ഷാഫി പറമ്പിലിന്റെ പ്രചരണത്തിനായി ഉപയോഗിച്ചിരുന്നു. സമാന രീതിയിലാണ് രാഹുലിന് പ്രതിരോധം തീർക്കാനും ലീഗ് സോഷ്യൽ മീഡിയ ഇടങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും തൊടാൻ പാടില്ല, അയാൾക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല, അയാളെ ആരെങ്കിലും എതിർത്താൽ അസഭ്യവർഷം നടത്തും, എന്തിനാണ് ഈ വെട്ടുകിളികൾ രംഗത്ത് വരുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടത് സോഷ്യൽ മീഡിയ ഇടങ്ങളിലും വീണ്ടും വിമർശനവും ട്രോളുകളും ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, PK ഫിറോസ് കൂട്ടുകെട്ട് സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ ചർച്ചയായതാണ്. മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് ലീഗ് സൈബർ ഇടങ്ങളിൽ വന്ന പോസ്റ്റുകൾ പാർട്ടിക്കകത്ത് ചർച്ചയായിരുന്നു. നേതാക്കളിൽ ചിലർ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും രാഹുലിന് വേണ്ടിയുള്ള സൈബർ പോരാട്ടത്തിന് തടയിടാനായില്ല. ഇത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുലിനെ വിമർശിച്ച് രംഗത്ത് വന്ന വനിതാ നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ ഈ ലീഗ് ഗ്രൂപ്പുകളിൽ നിന്ന് വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ രാഹുലിന് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള വകയാണ് ഒരുങ്ങിയിരിക്കുന്നത്. എങ്കിലും കുരുക്കുകൾ അഴിയുന്നില്ല. രാഹുലിന്റെ ചെയ്തികൾ കൊണ്ട് തന്നെയാണ് അയാൾ ഇന്ന് ഈ നിലയിലേക്ക്, ഈ ഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അയാൾ തെറ്റുകാരനാണ് എന്നുള്ളതിന്റെ പല തെളിവുകൾ ഇപ്പോൾ സമൂഹത്തിന് മുന്നിലുണ്ട്. ആ തെറ്റുകൾക്ക് അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.